വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദിൻ. കേട്ടിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കേട്ടിട്ട് ഏത് കാറ്റഗറിക്കാർക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഏരിയയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി. അപ്പോൾ ഇതിൽ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പകുതി വഴിയിൽ നിന്നുപോയിട്ടുള്ളവരുണ്ടായിരിക്കും. ഇനിയും പഠിത്തം തുടങ്ങാത്ത കൂട്ടുകാരും നമുക്കിടയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഏത് കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്കാണെങ്കിലും യൂസ്ഫുൾ ആകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, സൈക്കോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങളും കൂടെ എന്ത് ചെയ്യാ, ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് പരിശോധിക്കാം. അല്ലെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പഠനം ശരിയായ രീതിയിലാണ് പോകുന്നത്, ഇനി നമ്മുടെ പഠന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗൃഹപാഠം ചെയ്യാതെ 7ാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല, രാധ ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട നിമിഷം തന്നെ ചില കുട്ടികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി തുടങ്ങി. ഇവിടെ ടീച്ചർ പ്രയോഗിച്ച പഠനതന്ത്രം ഏത്? അല്ലെ, ഇതെന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഒരു തിയറി തന്ന് അത് കണ്ടുപിടിച്ച ആള് ആരാണ് എന്നുള്ള രീതിയിലോട്ട് വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് എന്താണ്, അപ്ലിക്കേഷൻ ലെവല് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ കേട്ടറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഒരു തിയറീനെ സംബന്ധിച്ച് ഡയറക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ കേട്ടറ്റ് എക്സാം ചില കുട്ടികൾ പറഞ്ഞത് ടഫ് ആയിരുന്നു. അത് എക്സാം ടഫ് ആയതിന്റെ അല്ല, ആ ക്വസ്റ്റ്യൻസിന്റെ മോഡൽസിൽ വരുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഗൃഹപാഠം ചെയ്യാതെ 7ാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ കുട്ടികൾ ഉടനെ തന്നെ എന്ത് ചെയ്തു, അവരുടെ നോട്ട്ബുക്കുകൾ എടുത്ത് ആ വർക്ക്, ആ ഗൃഹപാഠം ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ ടീച്ചർ പ്രയോഗിച്ച തന്ത്രം ഏതാണ്? നോക്കൂ, ധനപ്രബലനം, സന്നദ്ധതാ നിയമം, ഗൃണപ്രബലനം, ഫലനിയമം. ഏത് തന്ത്രമാണ് ടീച്ചർ പ്രയോഗിച്ചത്? നമുക്ക് നോക്കിയാലോ. ഏതാണ് ആൻസർ വരുന്നത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അല്ലെ, ഇവിടെ ടീച്ചർ എന്താ പറഞ്ഞത്? ഗൃഹപാഠം ചെയ്യാതെ ഇരുന്നാൽ നിങ്ങളെ എന്ത് ചെയ്യില്ല, 7ാം പീരീഡില് കളിക്കാനായിട്ട് പുറത്തു വിടില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ കുട്ടികൾ എന്ത് ചെയ്തു, നോട്ട്ബുക്ക് എടുത്ത് എഴുതി തുടങ്ങി. അപ്പൊ ഇത്തരത്തില് കുട്ടികൾക്ക് അസ്വാസ്ഥ്യജനകമായിട്ടുള്ള ഒരു അനുഭവം പിൻവലിച്ചുകൊണ്ട് ഒരു അധ്യാപിക ആഗ്രഹിക്കുന്ന പ്രതികരണം അവരെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഇവിടെ രാധ ടീച്ചർ പ്രയോഗിച്ചത്. അതിനെയാണ് നമ്മൾ ഗൃണപ്രബലനം എന്ന് പറയുന്നത്. കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? റീഇൻഫോഴ്സ്മെന്റുകൾ, അല്ലെ, പ്രബലനങ്ങൾ കൊടുക്കണം. പ്രബലനങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമാണ് ഒരു അധ്യാപിക ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് അവരെന്ത് ചെയ്യുള്ളൂ, പ്രതികരണങ്ങൾ നൽകുള്ളൂ. പ്രബലനത്തിനെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സ്കിന്നറാണ്. ഓക്കെ, അദ്ദേഹം പറയുന്നത് സ്റ്റിമുലസ് ഇല്ലെങ്കിലും നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? പ്രതികരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അവിടെ എന്താണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്? സ്റ്റിമുലസിന് പകരം പ്രബലനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പ്രതികരണത്തിന്റെ ഒരു ആവൃത്തി കൂട്ടുന്നത്. ഇനി പ്രബലനത്തിനെ തന്നെ സ്കിന്നർ എന്ത് ചെയ്തിട്ടുണ്ട്? 2 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റുകളാണ് പറയുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും വരുന്നുണ്ട്. അല്ലെ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു? സമ്മാനങ്ങൾ കൊടുക്കുന്നു. അതല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുന്നു, അവരെ തോളിൽ തട്ടിയിട്ട് നീ മിടുക്കനാണ് കേട്ടോ എന്ന് പറയുന്നു. അവിടെ എന്താണ്? ശരിയായിട്ടുള്ള പ്രതികരണത്തിനെ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ശക്തിപ്പെടുത്തി. അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അസ്വാസ്ഥ്യജനകമായിട്ടുള്ള ഒരു അനുഭവം പിൻവലിക്കുന്നു, പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അധ്യാപിക ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നു. നാളെ നടക്കുന്ന പരീക്ഷയില് നിങ്ങൾ 50-ൽ 30-ൽ കൂടുതൽ മാർക്ക് മേടിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇമ്പോസിഷനിൽ നിന്നും ഒഴിവാക്കാം. ഇതൊരു തരത്തിൽ എന്താണ്?
നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇമ്പോസിഷൻ എഴുതാതിരിക്കാൻ വേണ്ടി കുട്ടികൾ എന്ത് ചെയ്യും? നാളത്തെ എക്സാമിന് നന്നായി പഠിച്ച് 30 മുകളിലേക്ക് മാർക്ക് മേടിക്കും അവര്, അല്ലെ? അപ്പൊ ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായിട്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും കുട്ടികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ സാധ്യത. അപ്പൊ ഓർത്തിരിക്കുക, പ്രബലനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് സ്കിന്നറിന്റെ തിയറിയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തവയിൽ റോബർട്ട് ജെ ഹാവിംഗസ്റ്റിന്റെ വികസന പ്രവൃത്തിയിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തവയിൽ റോബർട്ട് ജെ ഹാവിംഗസ്റ്റിന്റെ വികസന പ്രവൃത്തിയിൽ, അതായത് ഡെവലപ്മെന്റൽ ടാസ്ക്, ഉൾപ്പെടാത്തത് ഏതാണ്? സൗന്ദര്യാത്മക ശക്തി, ശാരീരിക പരിപക്വനം, മൂല്യങ്ങളും താല്പര്യങ്ങളും, സാംസ്കാരിക സമ്മർദ്ദം. ഇതിലെ ഏത് കോൺസെപ്റ്റ് ആണ് നമുക്ക് വികസന പ്രവൃത്തിയിൽ ഉൾപ്പെടാത്തത്? എന്താണ്? ആദ്യം നമുക്ക് റോബർട്ട് ജെ ഹാവിംഗസ്റ്റ് ആരാണെന്ന് നോക്കാം. ഡെവലപ്മെന്റൽ ടാസ്ക് അല്ലെങ്കിൽ വികസന പ്രവർത്തികൾ എന്ന് പറയുന്ന ഒരാശയത്തിന്റെ ഉപജ്ഞാതാവാണ് റോബർട്ട് ജെ ഹാവിംഗസ്റ്റ്. അപ്പൊ എന്താണ് ഈ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്നത്? അതായത് ഓരോ വ്യക്തിയുടെയും വികസനം നടക്കുന്നത് പല പല ഘട്ടങ്ങളിൽ കൂടെയാണ്, അല്ലെ? പല പല സ്റ്റേജിൽ കൂടെയാണ് ഓരോരുത്തരുടെയും ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ ഈ ഓരോ സ്റ്റേജിലും സമൂഹം ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില പെരുമാറ്റങ്ങളുണ്ട്, അല്ലെ? ആ പെരുമാറ്റങ്ങളെയാണ് ഇവിടെ റോബർട്ട് ജെ ഹാവിംഗസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഒരു ടാസ്ക്, ഡെവലപ്മെന്റൽ ടാസ്ക് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു കുട്ടി 3 വയസ്സിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? നടന്നിട്ടുണ്ടായിരിക്കണം. സാധാരണഗതിയിൽ ഭൂരിഭാഗം കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? 3 വയസ്സിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ നടക്കാനും ഓടാനും ഒക്കെ ആയിട്ട് അവര് പഠിച്ചിട്ടുണ്ടാവും. 3 വയസ്സായിട്ടും ഒരു കുട്ടി നടന്നിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെ? ചിലപ്പോ എന്താണ്, ആ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നടത്തം ചിലപ്പോ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ ഇത്തരത്തില് വികസനത്തിന്റെ ഓരോ ഘട്ടത്തിലും സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റമുണ്ട്. അതിനെയാണ് വികസന പ്രവൃത്തി, ഡെവലപ്മെന്റൽ ടാസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ആദ്യകാല ബാല്യം, പിൽക്കാല ബാല്യം, അതുപോലെ തന്നെ ശൈശവം, സ്കൂൾ കാലഘട്ടം, കൗമാര കാലഘട്ടം, പ്രായപൂർത്തി, ഇങ്ങനെ വികസനത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ വ്യക്തികൾക്കും എന്തുണ്ട്? പലതരത്തിലുള്ള ടാസ്കുകൾ ഉണ്ട്. ഓരോ ഘട്ടത്തിലും നമുക്ക് കിട്ടിയിട്ടുള്ള ടാസ്കുകള് ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എങ്ങോട്ടേക്ക് പോവാനായിട്ട്? അടുത്ത ഘട്ടത്തിലോട്ട് പോവാനായിട്ട്. അപ്പൊ അടുത്ത ഘട്ടത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം വരും, അല്ലെ? ഇനിയും നടന്നു തുടങ്ങിയിട്ടില്ലേ? ഒരു 30 വയസ്സിനുള്ളിൽ കല്യാണം ഒന്നും നേരെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചോദ്യം വരും? കല്യാണം ഒന്നും ഇതുവരെ ആയിട്ടില്ലേ? ഇനിയിപ്പോ 25 വയസ്സിനുള്ളിൽ ജോലി ഒന്നും ആയിട്ടില്ലെങ്കിൽ ഇതുവരെ ജോലി ഒന്നും ആയില്ലേ? അതെന്തോ ഒരു പ്രശ്നമായിട്ടാണ് നമ്മുടെ സമൂഹം കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളതിലെ ഏതാണ് ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത്? ഏതായിരിക്കും? ആസ്തെറ്റിക് ഫോഴ്സ് ആണോ? ഫിസിക്കൽ മെച്ചുറേഷൻ ആണോ? വാല്യൂസ് ആൻഡ് ആസ്പിറേഷൻസ് ആണോ? കൾച്ചറൽ പ്രഷർ ആണോ? നമുക്ക് ഉത്തരം നോക്കിയാലോ. ഏതാണ്? സൗന്ദര്യാത്മക ശക്തി. ഓപ്ഷൻ എ ആണ് വികസന പ്രവൃത്തിയിൽ ഉൾപ്പെടാത്തത്. ഇവിടെ ശാരീരിക പരിപക്വനം, മൂല്യങ്ങളും താല്പര്യങ്ങളും, സാംസ്കാരിക സമ്മർദ്ദം, ഇതൊക്കെ തന്നെയും റോബർട്ട് ജെ ഹാവിംഗസ്റ്റ് പറഞ്ഞിട്ടുള്ള ഡെവലപ്മെന്റൽ ടാസ്കിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ കേട്ടറ്റ് എക്സാമിന് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ മേടിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ക്വാളിഫൈ ചെയ്ത് പോരാൻ പറ്റും. പക്ഷെ ഇപ്പോ പരീക്ഷാ ഭവന്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ അതിന്റെ ഫോർമാറ്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും ചോദിക്കുന്നത്. എത്ര അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്വസ്റ്റ്യന് നല്ലപോലെ വായിച്ച് നമ്മൾ പഠിച്ച കാര്യം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് സൈലം ടീച്ചിങ് എക്സാംസ് കേട്ടറ്റ് കാറ്റഗറി 1, അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 2, കാറ്റഗറി 3 തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ കൃത്യമായിട്ട് നമുക്കൊരു ടൈം ടേബിൾ അനുസരിച്ചൊക്കെ തന്നെയാണ് ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാ ടോപ്പിക്സും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ വീക്കിലി ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് അറിയാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരമാണ് ലൈവ് സെഷൻസ് ഒരുക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ സൈലം ടീച്ചിങ് എക്സാംസ് അതിന് റെഡിയാണ്.
നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് അതുപോലെ തന്നെ ഈ വരുന്ന കേട്ടറ്റ് നേടിയെടുക്കാനായിട്ട് നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും. അപ്പൊ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ കാണുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ, മിക്ക അധ്യാപകരും വൈകി വരുന്നവരെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നു. എന്നാൽ എന്നും വൈകി വരുന്ന സനീഷിനെ ഷാരി ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നതിനു പകരം അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാസ്സിൽ കയറ്റി. അധ്യാപികയുടെ ഈ പ്രവൃത്തി ഏത് മനഃശാസ്ത്രജ്ഞന്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതും എന്ത് തന്നെയാണ്, ഒരു ആപ്ലിക്കേഷൻ ലെവല് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? മിക്ക അധ്യാപകരും വൈകി വരുന്നവരെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നു. എന്നാൽ എന്നും വൈകി വരുന്ന സനീഷിനെ ഷാരി ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നതിനു പകരം അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാസ്സിൽ കയറ്റി. അപ്പൊ ഇവിടെ ഏത് മനഃശാസ്ത്രജ്ഞന്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ഷാരി ടീച്ചർ പെരുമാറുന്നത്? അബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, ലെവ് വൈഗോട്സ്കി, ജെറോം എസ് ബ്രൂണർ. ആരുടെ കാഴ്ചപ്പാടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്? ക്വസ്റ്റ്യൻസ് വായിച്ചോ, ഓപ്ഷൻസ് കണ്ടല്ലോ. ഇവിടെ ആരുടെ കാഴ്ചപ്പാടാണ് വരുന്നത്? അബ്രഹാം മാസ്ലോയുടേതാണോ, കാൾ റോജേഴ്സിന്റേതാണോ, വൈഗോട്സ്കിയുടെ ആണോ, ബ്രൂണറിന്റെ ആണോ? നമുക്ക് ഉത്തരം നോക്കാം. ആരുടെയാണ്? എബ്രഹാം മാസ്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയേ. മിക്ക അധ്യാപകരും വൈകി വരുന്നവരെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നു. എന്നാൽ എന്നും വൈകി വരുന്ന സനീഷിനെ ഷാരി ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നതിനു പകരം അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാസ്സിൽ കയറ്റുന്നു. അപ്പൊ ഇവിടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അത് കൃത്യമായ രീതിയിൽ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് എന്ത് ചെയ്യുന്നു? സനീഷിനെ ക്ലാസ്സിലോട്ട് കയറ്റുന്നു. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ അബ്രഹാം മാസ്ലോയുടേതാണ് അല്ലെ. ആവശ്യങ്ങളുടെ ശ്രേണി, ആവശ്യങ്ങളുടെ ശ്രേണി അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? അബ്രഹാം മാസ്ലോയാണ്. ഇവിടെ ഒരു മനുഷ്യന്റെ പ്രാഥമികമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആവശ്യങ്ങളുടെ ശ്രേണി നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അപ്പൊ പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നല്ല ഭക്ഷണം കഴിക്കുക അല്ലെ, വൃത്തിയും അതുപോലെ തന്നെ ബാക്കി സൗകര്യങ്ങളും കൂടിയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല വായു നമുക്ക് കിട്ടുക, അതുപോലെ തന്നെ താമസിക്കാൻ ഒരിടം, ധരിക്കാനായിട്ട് വസ്ത്രം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ശാരീരിക ആവശ്യങ്ങളായിട്ട് വരുന്നത്. ഇനി അതിന് തൊട്ടു മുകളിലായിട്ട് വരുന്നതാണ് നമ്മുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യങ്ങൾ. നമുക്ക് നല്ല ഭക്ഷണം മാത്രം കിട്ടിയാൽ പോരാ അല്ലെ, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മൾ സുരക്ഷിതരായിരിക്കണം. നമ്മുടെ സ്വത്ത് അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെടണം? സംരക്ഷിക്കപ്പെടണം. ഇനി സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യങ്ങൾക്ക് മുകളിലുള്ള ആവശ്യങ്ങളാണ് സ്നേഹത്തിനും സ്വന്തം എന്ന തോന്നലിനും വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെ, ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നല്ലപോലെ ഭക്ഷണം കിട്ടുന്നുണ്ട്, നമ്മളതിനെ കാത്തു പരിപാലിക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊരു സെക്യൂരിറ്റി ഉണ്ട് എന്നിരുന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണം? ആരും നമ്മെ സ്നേഹിക്കാനില്ല, നമുക്ക് ആരെയും സ്നേഹിക്കാനില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്? അതൊരു ഒറ്റപ്പെടലാണ് അല്ലെ. അപ്പോ അവിടെ എന്ത് വേണം? നമ്മെ സ്നേഹിക്കാനായിട്ടും നമുക്ക് സ്നേഹിക്കാനായിട്ടും ആളുകൾ വേണം. ഇനി അതിനു മുകളിൽ നിൽക്കുന്ന മനുഷ്യരുടെ ആവശ്യമാണ് ആത്മാദരം അല്ലെ. നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നണം, മറ്റുള്ള ആളുകൾക്കും നമ്മളോട് എന്ത് തോന്നണം? ഒരു ബഹുമാനം തോന്നണം. അതാണ് സെൽഫ് എസ്റ്റീം നീഡ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഏറ്റവും ഉയർന്ന ആവശ്യമായിട്ട് അബ്രഹാം മാസ്ലോ അവതരിപ്പിക്കുന്നത് ആത്മസാക്ഷാത്കാരമാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ. എന്താണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്? നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുണ്ട് അല്ലെ. നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഒരു തലത്തിൽ നിന്നും ഞാൻ സ്വപ്നം കാണുന്ന ഒരു ലോകമുണ്ട് എനിക്ക്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നത്? അതിന്റെ ഉയർന്ന തലത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന ആവശ്യമായിട്ട് അബ്രഹാം മാസ്ലോ പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അപ്പൊ ചിലപ്പോ ഈ സനീഷ് എന്ന് പറയുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ വൈകി വരുന്നതിന് അവന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ, അവന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ ചിലപ്പോ നിറവേറ്റപ്പെടുന്നുണ്ടാവില്ല, ശരിയായ സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല, യൂണിഫോം അവന് നല്ല പോലെ വൃത്തിയിൽ ധരിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഷാരി ടീച്ചർ എന്ത് ചെയ്തു? അവന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്തി അത് പരിഹരിക്കുന്നു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സനീഷ് എല്ലാവരെയും പോലെ വളരെ കൃത്യമായിട്ട് ക്ലാസ്സിൽ വരികയും നല്ല പോലെ പഠിക്കുകയും ചെയ്യും.
ഓക്കെ, അപ്പൊ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി, അതിൽ എങ്ങനെയാണ് ആവശ്യങ്ങളെ അതിന്റെ പ്രാധാന്യം അനുസരിച്ച് ക്രമീകരിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമായ മനോലൈംഗിക വികാസഘട്ടത്തിൽ പിതൃകാമനയും മാതൃകാമനയും എന്ന സവിശേഷതകൾ കാണപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമായിട്ടുള്ള സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് തിയറി, അവിടെ നമ്മൾ കാണുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് ഇലക്ട്ര കോംപ്ലക്സും അതുപോലെ തന്നെ ഈഡിപ്പസ് കോംപ്ലക്സും. ഇത് കാണപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? ജനനേന്ദ്രിയ ഘട്ടം, നിർലീന ഘട്ടം, ലിംഗഘട്ടം, ഗുദഘട്ടം. അപ്പൊ ഏത് ഘട്ടത്തിൽ എത്തുമ്പോഴാണ് കുട്ടികളിൽ പിതൃകാമനയും മാതൃകാമനയും നമ്മൾ കാണുന്നത്? ഏത് ഘട്ടത്തിലാണ്? ലിംഗഘട്ടം അല്ലെ, ഫാലിക് സ്റ്റേജിലാണ് നമ്മൾ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്ന രണ്ട് പ്രത്യേകതകൾ കാണുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് തിയറി നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞു നോക്കിയാലോ? അപ്പോ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഒരു വ്യക്തിയുടെ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് നടക്കുന്നത് 5 ഘട്ടങ്ങളിൽ കൂടെയാണ് അല്ലെ. ഒരു കുഞ്ഞ് ജനിച്ച ആ ഒരു സമയം മുതൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അവരുടെ മനോലൈംഗിക വികാസം ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓറൽ സ്റ്റേജ് ആണ്, വദനഘട്ടമാണ്. ഇവിടെ 1 വയസ്സു മുതൽ ഒരു എന്താ പറയുന്നത്, 1 വയസ്സല്ല, ബർത്ത് മുതൽ 1 വയസ്സ് വരെ, ആദ്യത്തെ 1 വയസ്സ് വരെ കുട്ടികൾ ഈ ഓറൽ സ്റ്റേജിലാണ് ഉൾപ്പെടുന്നത്. എന്ത് കിട്ടിക്കഴിഞ്ഞാലും കടിച്ചു നോക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. 1 വയസ്സിനുള്ളിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്? എന്ത് കിട്ടിയാലും കടിച്ചു നോക്കുക അല്ലെങ്കിൽ ചപ്പി നോക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് അവർ ചെയ്യുന്നത് അവരുടെ സെക്ഷുവൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. കാരണം ആ ഒരു ഘട്ടത്തില് കുട്ടിക്ക് ലൈംഗികപരമായിട്ടുള്ള ഒരു പ്ലഷർ കൊടുക്കുന്നത് മൗത്താണ്. അപ്പൊ വായ വഴിയാണ് അവൻ എന്ത് ചെയ്യുന്നത്? ലൈംഗികമായിട്ടുള്ള ഒരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആനൽ സ്റ്റേജ് ആണ്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ എവിടെ കാണുന്നത്? ആനൽ സ്റ്റേജിൽ കാണുന്നത്. അപ്പൊ ഈ ആനൽ സ്റ്റേജ് എന്ന് പറയുന്നിടത്ത് കുട്ടിയുടെ സെക്ഷൽ പ്ലഷർ പ്രധാനമായിട്ടും ഇരിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് അവരുടെ ആനൽ ഏരിയ ആണ്. അപ്പോ ഇവിടെ ആനൽ ഏരിയ വഴിയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? സെക്ഷൽ പ്ലഷർ കണ്ടെത്തുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ഗുദഘട്ടം എന്ന് പറയുന്ന അതല്ലെങ്കിൽ പൃഷ്ഠഘട്ടം എന്ന് പറയുന്ന ആനൽ സ്റ്റേജിലാണ് കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത്. കുട്ടി തന്റെ ശരീരത്തിൽ നിന്നുമുള്ള വേസ്റ്റുകൾ പുറത്ത് കളഞ്ഞും അതുപോലെ തന്നെ പിടിച്ചു വെച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സെക്ഷൽ പ്ലഷർ കണ്ടെത്തുന്നത്. മൂന്നാമത്തെ ഘട്ടമാണ് ലിംഗഘട്ടം അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഒരു 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ എവിടെ കാണുന്നത്? ലിംഗഘട്ടത്തില് കാണുന്നത്, ലൈംഗിക അവയവ ഘട്ടം അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും രണ്ടും കാണുന്നത്. അപ്പൊ ഇലക്ട്ര കോംപ്ലക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനോട് തോന്നുന്ന ഒരു സെക്ഷൽ അട്രാക്ഷൻ അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അത് അവരുടെ സെക്ഷൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന സെക്ഷൽ അട്രാക്ഷനെയാണ് പിതൃകാമന അല്ലെങ്കിൽ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ആൺകുട്ടികൾക്കും എന്ത് തോന്നും? അമ്മമാരോട് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നും. അതും അവരുടെ സെക്ഷൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് തോന്നുന്നതാണ്. അതിനെയാണ് ഫ്രോയിഡ് എന്ത് വിളിക്കുന്നത്? ഈഡിപ്പസ് കോംപ്ലക്സ് അല്ലെങ്കിൽ മാതൃകാമന എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നടക്കുന്നത് എവിടെയാണ്? ലിംഗഘട്ടത്തിലാണ്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഫാലിക് സ്റ്റേജിൽ ഉൾപ്പെടുന്നത്. ഇനി 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിർലീന ഘട്ടമാണ്, ലാറ്റൻസി സ്റ്റേജ് ആണ്. ഏകദേശം ഒരു 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ എവിടെ കാണുന്നത്? നിർലീന ഘട്ടത്തില് കാണുന്നത്. അപ്പൊ ഈ ഒരു പ്രായം എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താണ്? കൂടുതൽ സമയം അവർ കൂട്ടുകാരോടൊപ്പം കളിച്ചു നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇവിടെ കളികൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അതല്ലാതെ ഇവിടെ സെക്ഷൽ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റും കുട്ടിയിൽ നടക്കുന്നില്ല. അതെന്താണ്? കുട്ടിയുടെ ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉറങ്ങിക്കിടക്കുന്ന ഒരു ഘട്ടമാണ് നിർലീന ഘട്ടം. കൂടുതൽ സമയം സമവയസ്കരുമായിട്ട് കളിച്ചു നടക്കുന്ന ഒരു കാലഘട്ടം. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ഒരു ഘട്ടമാണ് ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്, ലൈംഗിക ഘട്ടമാണ്. ഇവിടെ ഒരു കുട്ടി സെക്ഷൽ പ്ലഷർ കണ്ടെത്തുന്നത് ഓപ്പോസിറ്റ് സെക്സിനോട്ടുള്ള ഒരു അട്രാക്ഷൻ വഴിയാണ്. 13 വയസ്സിന് ശേഷമാണ്
ജനനേന്ദ്രിയ ഘട്ടം നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ 5 സ്റ്റേജിൽ കൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു വ്യക്തിയുടെ മനോലൈംഗിക വികാസം നടക്കുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3-4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അദ്ദേഹത്തിന്റെ പല പല കോൺസെപ്റ്റുകൾ ഉണ്ട്. പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ അധികം കാര്യങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം. കാരണം 3-4 മാർക്ക് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല മാർക്കാണ് അല്ലെ. ഒരു മാർക്കിന് കേട്ടിട്ട് ഡിസ്ക്വാളിഫൈ ആകുന്ന കുട്ടികൾക്ക് അറിയാം എത്രത്തോളം പ്രാധാന്യമുണ്ട് ഓരോ മാർക്കിനും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറീസ് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണം, ക്ലാസ് ചർച്ചകൾ, വിദ്യാർത്ഥികളുടെ മടക്കധാരണ എന്നിവ ഏത് വിലയിരുത്തലിന്റെ ഭാഗമാണ്? ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണം, ക്ലാസ് റൂം ചർച്ചകൾ, വിദ്യാർത്ഥികളുടെ മടക്കധാരണ എന്നിവ ഏത് വിലയിരുത്തലിന്റെ ഭാഗമാണ്? അല്ലെ, വിലയിരുത്തൽ, അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ നിരീക്ഷിക്കുന്നു, അതുപോലെ തന്നെ കുട്ടികളോട് ചർച്ച ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു, കുട്ടികളുടെ ഭാഗത്തു നിന്നുമുള്ള ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുന്നു. ഇതൊക്കെ ഏത് തരം വിലയിരുത്തലിന്റെ ഭാഗമാണ്? ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ, പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ. ഈ ക്വസ്റ്റ്യനും ഇതിന്റെ ഓപ്ഷനും ഏതിനാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? ആദ്യം നമുക്ക് വിലയിരുത്തൽ എത്ര തരമുണ്ട്, എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് ആൻസർ കിട്ടും അല്ലെ. അപ്പൊ വിലയിരുത്തല് 3 തരത്തിലുള്ള വിലയിരുത്തലാണ് നമുക്ക് പൊതുവെ കാണാൻ പറ്റുന്നത്. പഠനത്തെ വിലയിരുത്തുന്നതുണ്ട്, പഠനത്തിനായുള്ള വിലയിരുത്തലുണ്ട്, പഠനം തന്നെ വിലയിരുത്തലുണ്ട്. അസസ്മെന്റ് ഓഫ് ലേണിംഗ്, ഫോർ ലേണിംഗ്, ആസ് ലേണിംഗ്. ഇതിലെ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ പഠനത്തെ വിലയിരുത്തലാണ് അല്ലെ. കുട്ടി എന്തൊക്കെ കാര്യങ്ങള് പഠിച്ചു കഴിഞ്ഞു അല്ലെ, ഇവിടെ പഠിച്ച കാര്യങ്ങളെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ടും കുട്ടിയുടെ പഠനം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വിലയിരുത്തല് നടത്തുന്നത്. ഒരു യൂണിറ്റ് മുഴുവനായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു പരീക്ഷ നടത്തുന്നതെങ്കിൽ അതിനെ നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം? പഠനത്തെ വിലയിരുത്തൽ. എന്താണോ നമുക്ക് പഠിപ്പിക്കാനുള്ളത് അതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നടത്തുന്നതാണ് പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അസസ്മെന്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലേണിംഗ് നല്ലപോലെ നടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുട്ടികളോട് ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഡിസ്കഷൻസ് നടത്താൻ പറയുന്നു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടിക്ക് എന്തോരം കാര്യങ്ങള് മനസ്സിലാകാതെ പോയിട്ടുണ്ട് അല്ലെ, അത് പിന്നെയും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ് നടത്തുന്നത്. പഠനം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപിക നടത്തുന്ന വിലയിരുത്തൽ. ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്തോരം അവർക്ക് കിട്ടിയിട്ടില്ല, ഇനി എന്തോരം കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നടത്തുന്ന വിലയിരുത്തലാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നതാണ് പഠനം തന്നെ വിലയിരുത്തൽ. ഇവിടെ വിലയിരുത്തൽ എന്ന് പറയുന്നതും പഠനം എന്ന് പറയുന്നതും ഒരേ രീതിയിലാണ് പോകുന്നത്. നമ്മൾ ഒരു എക്സാം കഴിഞ്ഞ് നമ്മുടെ പേപ്പറൊക്കെ നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെ പേപ്പർ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് മാർക്ക് കിട്ടാതെ പോയിട്ടുള്ളത്, അത് നമ്മൾ എന്ത് ചെയ്യും? പരിശോധിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത തവണത്തെ എക്സാമിന് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ആ വിലയിരുത്തൽ തന്നെയാണ്, അല്ലെങ്കിൽ പഠനത്തിന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിലയിരുത്തുന്നത്. എനിക്ക് എന്തോരം കാര്യങ്ങൾ ഇനി പഠിക്കാനായിട്ടുണ്ട്, എന്റെ പഠന രീതികൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഇതെന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് അസസ്മെന്റ് ആണ്. എന്റെ പഠനം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ പഠനത്തിനെ തന്നെ വിലയിരുത്തുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നടക്കുന്നത് അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ്. പഠനം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി നടത്തുന്ന വിലയിരുത്തലാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഞാൻ തന്നെയാണ് എന്റെ പഠനത്തിനെ വിലയിരുത്തുന്നതെങ്കിൽ അതാണ് അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് വരാം അല്ലെ. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? നിരീക്ഷണം, ക്ലാസ് ചർച്ചകൾ, വിദ്യാർത്ഥികളുടെ മടക്കധാരണ,
ഇത് ഏത് വിലയിരുത്തലിന്റെ ഭാഗമായിരിക്കും? കുട്ടികളുടെ ഭാഗത്തു നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതും ചർച്ചകൾ നടത്തി അവരെ നിഗമനങ്ങൾ രൂപീകരിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പഠനം നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ഇത് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അടുത്ത ചോദ്യം, ചില പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നു. 4 പ്രസ്താവനകള് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന, ബാഹ്യ അഭിപ്രേരണ സമ്മാനങ്ങൾ കൊണ്ടോ അംഗീകാരങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കപ്പെടുന്നില്ല. ബി, സ്വയം പ്രചോദിതമായി ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതാണ് ആന്തരിക അഭിപ്രേരണ. സി, ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് കാരണമാകുന്നില്ല. ഡി, ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമായി തീരുന്നു. ഈ 4 സ്റ്റേറ്റ്മെന്റുകളിലെ ഏതൊക്കെയാണ് അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട് ശരിയായി വരുന്നത്? ഏതൊക്കെയാണ് വരുന്നത്? അഭിപ്രേരണ അല്ലെ, മോട്ടിവേഷൻ. ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമുക്ക് എന്തു വേണം? ഒരു ഫയർ വേണം അല്ലെ? ആ ഫയറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മോട്ടിവേഷൻ ആയിട്ട് പറയുന്നത്. നമ്മൾ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ പുറത്തു നിന്നും ആരും തീ കത്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ ചൂട് പിടിപ്പിക്കുന്നൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അത് എന്താ ചെയ്യുക? അലസമായിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ ഇത്തരത്തിലെ അഭിപ്രേരണ ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? പഠനത്തിൽ നല്ല രീതിയിൽ അവര് മുന്നോട്ട് പോകുന്നത്. അഭിപ്രേരണ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പഠനം ആർക്കോ വേണ്ടി നടത്തുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അഭിപ്രേരണ തന്നെ നമുക്ക് 2 തരത്തിലുള്ള മോട്ടിവേഷൻ അല്ലെ, 2 തരത്തിലുള്ള അഭിപ്രേരണകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആന്തരിക അഭിപ്രേരണയും വരുന്നുണ്ട്, ബാഹ്യ അഭിപ്രേരണയും വരുന്നുണ്ട്. അപ്പൊ ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഫയർ, ആ ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണെങ്കിൽ അത്തരത്തിലുള്ള മോട്ടിവേഷനെയാണ് നമ്മൾ ആന്തരിക അഭിപ്രേരണ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഫയർ വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാറുണ്ട്? നമ്മുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ നിർബന്ധം കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഫയറിനെയാണ് നമ്മൾ ബാഹ്യ അഭിപ്രേരണ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് 4 സ്റ്റേറ്റ്മെന്റില് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് നോക്കിയേ. ബാഹ്യ അഭിപ്രേരണ സമ്മാനങ്ങൾ കൊണ്ടോ അംഗീകാരങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കപ്പെടുന്നില്ല. അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അല്ലെ. ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിയന്ത്രിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? സമ്മാനങ്ങൾ കൊണ്ടോ അംഗീകാരങ്ങൾ കൊണ്ടോ ആയിരിക്കും. ഈ വരുന്ന കേട്ടറ്റ് എക്സാം ഞാൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു വണ്ടി വാങ്ങി തരാന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും അല്ലെ. അപ്പൊ അവിടെ വണ്ടി കിട്ടുന്നത് കൊണ്ടാണ് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ബാഹ്യ അഭിപ്രേരണയാണ്. പുറത്തു നിന്നുള്ള ഒരു ഘടകമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അഭിപ്രേരണയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ബി നോക്കിയേ. സ്വയം പ്രചോദിതമായി ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതാണ് ആന്തരിക അഭിപ്രേരണ അല്ലെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, ഈ വരുന്ന കേട്ടിട്ട് എനിക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കണം. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്ക് കേട്ടിട്ട് നേടിയെടുക്കണം. ഈ കേട്ടിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞാലാണ് എൻ്റെ വീട്ടിൽ കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നുമ്പോഴാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത്? ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അതാണ് ആന്തരിക അഭിപ്രേരണ. അപ്പൊ ഇതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സി നോക്കിയേ. ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് കാരണമാകുന്നില്ല. അത് നമുക്ക് പറയാൻ പറ്റുമോ? ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് കാരണമാകുന്നില്ല. അതെന്താണ്? നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഇനി ഡി എന്താണ്? ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമായി തീരുന്നു അല്ലെ. പുറത്തു നിന്ന് അങ്ങനെ ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? നമുക്കുള്ളിൽ നിന്ന് അങ്ങനെ ഒരു തോന്നൽ വരാം, ഈ വരുന്ന കേട്ടിട്ട് ഞാൻ നേടിയെടുക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ എന്തിനെ ബാധിക്കാം? നമ്മുടെ അഭിപ്രേരണയെ ബാധിക്കാം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ബിയും ഡിയും അല്ലെ. ബിയും ഡിയുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമായി തീരാം. ചിലപ്പോൾ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണമാകില്ല അല്ലെങ്കിൽ കാരണമാകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇൻഫ്ലുവൻസ് ചെയ്യാം. ബിയും ഡിയുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സംഗീത ടീച്ചർ ക്ലാസ്സിലെ 6 ഗ്രൂപ്പുകളിൽ ഒരു ലേഖന ഭാഗം നൽകി. ഗ്രൂപ്പുകളോട് പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും ആശയങ്ങൾ ചുരുക്കുന്നതിനും ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിനും ഇനി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനും അവസരം നൽകി. എങ്കിൽ ടീച്ചർ ഇവിടെ സ്വീകരിച്ച തന്ത്രം എന്താണ്? ഇതും എന്താണ്? ഒരു ആപ്ലിക്കേഷൻ ലെവല് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ എന്താണ്? സംഗീത ടീച്ചർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സംഗീത ടീച്ചർ എന്ത് ചെയ്തു? ക്ലാസ്സിലെ കുട്ടികളെ 6 ഗ്രൂപ്പാക്കി തിരിച്ചു. അവർക്ക് വായിക്കാനായിട്ട് ഒരു ലേഖന ഭാഗം നൽകി. എന്നിട്ട് ആ ഗ്രൂപ്പുകളോട് പരസ്പരം ചർച്ച ചെയ്യാനും ചോദ്യങ്ങൾ ഉന്നയിക്കാനും ആശയങ്ങൾ സമ്മറൈസ് ചെയ്യാനും അതുപോലെ തന്നെ ആ കൊടുത്ത ഭാഗങ്ങളിലെ ചില ഭാഗങ്ങൾ വിശദീകരിക്കാനും ഇനി എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയാനും അവസരം നൽകി. ഇവിടെ ടീച്ചർ സ്വീകരിച്ച തന്ത്രം ഏതാണ്? കണ്ടെത്തൽ പഠനം, ആശയാധാന മാതൃക, സംവാദാത്മക പഠനം, പ്രതിക്രിയ അധ്യാപനം. ഇവിടെ എന്താണ് ടീച്ചർ ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പാക്കി ഇരുത്തി ഒരു ഭാഗം കൊടുത്ത് അത് വായിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ആശയത്തിനെ ഒന്ന് ചുരുക്കി ഇനി എന്ത് സംഭവിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നു അല്ലെ. ഇവിടെ ടീച്ചർ ഉപയോഗിച്ച തന്ത്രമാണ് റെസിപ്രോക്കൽ ടീച്ചിങ്, പ്രതിക്രിയ അധ്യാപനം. പ്രതിക്രിയ അധ്യാപനം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നത് നമ്മുടെ വൈഗോട്സ്കി ആണ്. വൈഗോട്സ്കിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആശയം കൊണ്ടുവരുന്നത്. കുട്ടികളിലെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വൈഗോട്സ്കി അവതരിപ്പിച്ച ഒരു കോൺസെപ്റ്റ് ആണ് പ്രതിക്രിയ അധ്യാപനം. ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഒരു പ്രത്യേക പാഠഭാഗം വായിച്ച് അതിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ അതിൽ എന്താണോ പറയുന്നത് അല്ലെ അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുന്നു, ചില ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുന്നു, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ലെവലിലോട്ട് എന്ത് ചെയ്യുന്നു? കുട്ടികൾ ഒരു ഗ്രൂപ്പായിരുന്ന് ചർച്ച ചെയ്ത് നിഗമനങ്ങൾ രൂപീകരിക്കുന്നു. ഇത് നടക്കുന്നത് പ്രതിക്രിയ അധ്യാപനത്തിലാണ്. വൈഗോട്സ്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. കുട്ടികളിലെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വൈഗോട്സ്കി കൊണ്ടുവന്നിട്ടുള്ള തന്ത്രം ഏത്? അങ്ങനെ രീതിയിലും ചോദ്യം വരാറുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, പ്രതിക്രിയ അധ്യാപനം എന്ന് പറയുന്നത് കുട്ടികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓക്കെ, കണ്ടെത്തൽ പഠനം അതുപോലെ തന്നെ ആശയാധാന മാതൃക ഇതൊക്കെ ആരുടെയാണ്? ഇത് രണ്ടും നമ്മുടെ ബ്രൂണറിന്റെ കോൺസെപ്റ്റ് ആണ്. ആശയദാന മാതൃകയെ പറ്റിയിട്ടും കണ്ടെത്തൽ പഠനത്തിനെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതെന്ത് ചെയ്യുക? നല്ല പോലെ പഠിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ പരിഗണിക്കുക. ഇവിടെ 4 ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ആശയാധാന മാതൃക, പ്രതിക്രിയ അധ്യാപനം, സംവാദാത്മക പഠനം, കണ്ടെത്തൽ പഠനം. ഇവയിലേതാണ് ജെറോം എസ് ബ്രൂണറിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവയിലേതാണ് ജെറോം എസ് ബ്രൂണറിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതൊക്കെയാണ്? ഓപ്ഷൻസ് നിങ്ങൾ നോക്കണ്ട അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ആ ആശയങ്ങൾ നോക്കാം. ആശയാധാന മാതൃക നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു, അത് ആരുടെയാണ്? അത് നമ്മുടെ ബ്രൂണറുടെ കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. 2 പ്രതിക്രിയ അധ്യാപനം. പ്രതിക്രിയ അധ്യാപനം ആരുടെയാണെന്നാ പറഞ്ഞത്? വൈഗോട്സ്കിയുടെയാണ്. അപ്പൊ ആ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണ്ട? ബ്രൂണർക്ക് കൊടുക്കണ്ട. ഇനി സംവാദാത്മക പഠനം. സംവാദാത്മക പഠനം ആരുടെയല്ല? ബ്രൂണറിൻ്റെതല്ല. പിന്നെ കണ്ടെത്തൽ പഠനം, ഇതും നമ്മൾ പറഞ്ഞു ബ്രൂണറിന്റെയാണ്. ഇനി ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? എയും ഡിയുമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ആശയാധാന മാതൃകയും കണ്ടെത്തൽ പഠനവും അതുപോലെ തന്നെ ചാക്രികാരോഹണ രീതി, ഇതും ആരുടെ തന്നെയാണ്? ബ്രൂണറിന്റെ തന്നെയാണ്. അപ്പൊ പഠിക്കുമ്പോ എന്ത് ചെയ്യാ? 3 കാര്യങ്ങളും ഒന്നിച്ചു പഠിക്കുക. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ഡിസ്കവറി മെത്തേഡ്, സ്പൈറൽ കരിക്കുലം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനയിൽ വായനാ വൈകല്യവുമായി ബന്ധപ്പെടാത്തത്? വായനാ വൈകല്യം, ഡിസ്ലെക്സിയ, അതുമായി ബന്ധപ്പെടാത്തത് ഏത് പ്രസ്താവനയാണ്? വായിക്കുമ്പോൾ ചില പദങ്ങൾ വിട്ടുവായിക്കുന്നു, നിർത്തേണ്ടിടത്ത് നിർത്താതെ വായിക്കുന്നു, 1 2 വരികൾ വിട്ടുവായിക്കുന്നു, അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നു. ഇതിലേതാണ് ഡിസ്ലെക്സിയയുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്യാൻ പറ്റാത്ത പ്രസ്താവന? ഏതാ വരുന്നത്? പഠന വൈകല്യം അല്ലെ, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്.
പഠനവുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾക്ക് ചില വൈകല്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് എഴുത്തുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ചിലപ്പോൾ വായനയുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കാം, ചിലപ്പോൾ കണക്ക് കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കാം, ചിലപ്പോൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും കുട്ടികൾക്ക് വൈകല്യം സംഭവിക്കാം. അപ്പൊ അത്തരത്തിലുള്ള വൈകല്യങ്ങളെയാണ് നമ്മൾ പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. അവിടെയാണ് നമ്മൾ ആരെ കാണുന്നത്? ഡിസ്ലെക്സിയനെ കാണുന്നത്. വായനയുമായി ബന്ധപ്പെട്ട് വരുന്ന പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ. ഇനി ഡിസ്ലെക്സിയനെ കൂടാതെ വേറെയും ചില ആളുകൾ അവിടെ വരുന്നുണ്ട് അല്ലെ? ആരൊക്കെയാണ്? ഡിസ്ഗ്രാഫിയ പാരഗ്രാഫ് എഴുതാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എഴുത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പഠന വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. ഇനി അടുത്തതാണ് ഡിസ്കാൽക്കുലിയ, കാൽക്കുലേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ട്, അതാണ് ഡിസ്കാൽക്കുലിയ. ഇനി അടുത്തതാണ് ഡിസ്പ്രാക്സിയ, എന്തെങ്കിലും ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ബുദ്ധിമുട്ട്, പേശി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഡിസ്പ്രാക്സിയ. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡിസ്ലെക്സിയനെ പറ്റിയിട്ടാണ്. ഇവിടെ ഏതാണ് ബന്ധപ്പെടാത്തത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? വായിക്കുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല, അതില്ലാതെയാണ് കുട്ടി വായിച്ചു പോകുന്നതെങ്കിലും വായനയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കത് എന്തായിട്ട് പറയാൻ പറ്റില്ല? ഡിസ്ലെക്സിയ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ വായിക്കുന്ന സമയത്ത് ചില പദങ്ങള് വിട്ടുവായിക്കുന്നു, ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ വായിക്കുന്നു, അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വരികൾ വിട്ടുവായിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഡിസ്ലെക്സിയന്റെ പരിധിയിൽ വരുന്നതാണ്. പക്ഷെ അർത്ഥം മനസ്സിലാക്കാതെ കുട്ടി വായിക്കുന്നു, അത് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല? പഠന വൈകല്യമായിട്ട് പറയാൻ പറ്റില്ല. കുട്ടി വായിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഓർത്തിരിക്കുക, 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഡി ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ വൈകാരിക ബുദ്ധിയുടെ നിർവചനമായി കണക്കാക്കാവുന്നത്? വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇന്റലിജൻസ്. വൈകാരിക അവസ്ഥയെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവ്, സ്വയം പ്രചോദിതമാവുക, തന്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ്, മുകളിൽ പറഞ്ഞവ. അപ്പൊ ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വൈകാരിക ബുദ്ധിയുടെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്? അപ്പൊ എന്താണ് ഈ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്? ബുദ്ധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വളരെ പരിചിതമാണ് അല്ലെ? നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. നിനക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിയില്ല, ഇങ്ങനെ പറയാനായിട്ട് നിനക്ക് പറ്റുന്നില്ലേ, ഇത്ര മണ്ടനാണോ നീ, ഇത്രയും നിനക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ ബുദ്ധി എന്ന് പറയുന്ന കാര്യങ്ങള് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ ഈ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് കേട്ടുപരിചയമില്ലാത്ത ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ വൈകാരിക ബുദ്ധി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെ കൃത്യമായ രീതിയിൽ തിരിച്ചറിഞ്ഞ് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോവുക, അതിനെയാണ് നമ്മൾ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ജോൺ മേയറും പീറ്റർ സലോവയും കൂടിയിട്ടാണ്. ഓക്കെ, ജോൺ മേയറും പീറ്റർ സലോവയുമാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവരുടെ പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ആര് കയറി വരുന്നത്? നമ്മുടെ ഗോൾമാൻ കയറി വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവതരിപ്പിച്ച ക്രെഡിറ്റ് ജോൺ മേയർക്കും പീറ്റർ സലോവയ്ക്കുമാണ്. പക്ഷെ വൈകാരിക ബുദ്ധിനെ പറ്റി വളരെ വിശദമായ രീതിയിൽ പഠിക്കുകയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡാനിയൽ ഗോൾമാൻ ആണ്. അദ്ദേഹമാണ് വൈകാരിക ബുദ്ധിമാനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കുട്ടിക്ക് ബുദ്ധിനേക്കാൾ കൂടുതൽ വേണ്ടത് വൈകാരിക ബുദ്ധിശക്തിയാണ്. അതൊക്കെ ഗോൾമാന്റെ കോൺസെപ്റ്റുകളാണ്. അപ്പൊ ഇതിൽ തന്നെ ഗോൾമാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വൈകാരിക ബുദ്ധിയുള്ള ആളുകളിൽ കാണുന്ന 5 സവിശേഷതകൾ. അതേതൊക്കെയാണ്? ആത്മാവബോധം, ആത്മനിയന്ത്രണം, അഭിപ്രേരണ, വൈകാരിക താതാത്മ്യം, ഏറ്റവും ഒടുവിലായിട്ട് സാമൂഹിക നൈപുണ്യങ്ങൾ. ഇങ്ങനെ 5 കഴിവുകളാണ് ആർക്കുണ്ടായിരിക്കുക? വൈകാരിക ബുദ്ധിശക്തി കൂടുതലുള്ള ആളുകളിൽ കാണുന്നത്. ഇനി ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. വൈകാരിക അവസ്ഥയെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവ്, അതിന് നമുക്ക് എന്തായിട്ട് പറയാം? വൈകാരിക ബുദ്ധിയുടെ ഒരു നിർവചനമായിട്ട് പറയാം അല്ലെ? അവനവന്റെ വികാരങ്ങൾ എന്താണ് എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അയാൾക്ക് തന്നെയാണ്. അല്ലാതെ എന്റെ വികാരങ്ങൾ എന്താണെന്ന് എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് അറിയണമെന്നില്ല.
എന്റെ വികാരം എന്താണെന്ന് എനിക്കാണ് മനസ്സിലാകുന്നത്. എനിക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നത്, എനിക്ക് എപ്പോഴാണ് സങ്കടം വരുന്നത്, അപ്പൊ എപ്പോഴൊക്കെയാണ് എന്റെ കയ്യിൽ നിന്ന് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നേക്കാൾ നന്നായി അറിയാവുന്ന ആരും ഈ ഭൂമിയിലില്ല. അപ്പൊ അവനവന്റെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്തിനു പറ്റുള്ളൂ, ആ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ടും പറ്റുള്ളൂ, അല്ലെ? ഓരോ സാഹചര്യത്തിലും നമ്മൾ പെരുമാറേണ്ട ചില രീതികളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റണം. ഇനി നിയന്ത്രിച്ചു, നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ഇമോഷൻസിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റണം. ആ കഴിവിനെയാണ് ഡാനിയൽ ഗോൾമാൻ എന്തായിട്ട് വിളിക്കുന്നത്, അഭിപ്രേരണ, സ്വയം പ്രചോദിതമാവുക. അതും എന്ത് തന്നെയാണ്, വൈകാരിക ബുദ്ധിയുടെ ഒരു നിർവചനമായിട്ട് നമുക്ക് പറയാം. ഇനി സി എന്താണ്, തന്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ്, അല്ലെ? എന്റെ വികാരങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിച്ച് അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്തിനു സാധിക്കുള്ളൂ, എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വികാരങ്ങളെ ബഹുമാനിക്കാനും പരിഗണിക്കാനും സാധിക്കുന്നത്. അതും എന്ത് തന്നെയാണ്, വൈകാരിക ബുദ്ധിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് ഏത് സെലക്ട് ചെയ്യാം, ഓപ്ഷൻ ഡി നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ കേട്ടറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെ? ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്തത്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും റിവിഷൻ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും പഠിത്തം തുടങ്ങാത്ത കുട്ടികൾക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ക്ലാസ് ആണിത്. വളരെ കൃത്യമായിട്ട് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്, എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വരുന്ന കേട്ടിട്ട് നമുക്ക് കിട്ടും. പക്ഷെ അവിടെ വേണ്ടത് എന്താണ്, കൃത്യമായിട്ടുള്ള പഠനമാണ്. അത്യാവശ്യം നല്ല സമയം നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. ഈ സമയത്തിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് കേട്ടിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവിടെ ആദ്യം വേണ്ടത് എന്താണ്, പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സാണ്. സ്മാർട്ട് ലേണിംഗിൽ കൂടെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ഈ കേട്ടറ്റ് ക്വാളിഫിക്കേഷൻ എല്ലാവരും നേടിയെടുക്കുക. അപ്പൊ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് കാണണം, അതല്ലെങ്കിൽ ഒന്നും കൂടെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ആയിട്ട് കൊടുക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലൊക്കെ തന്നെ ഇതുപോലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്